അതിന് മറുപടി അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് പറയാമെന്നാണോ? മലപ്പുറത്തെക്കുറിച്ച് എന്തും പറയാം എന്നാണോ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ഉദ്ദേശിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. അദ്ദേഹം മലപ്പുറത്തുകാരനല്ലേ? മലപ്പുറത്തുകാർ തെറ്റ് ചെയ്യുന്നവരാണ്, കുറ്റവാളികളാണ് എന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹം പെടൂലേ? അല്ലെങ്കിൽ പറയുന്ന ആൾ പറയണം KT ജലീൽ ഒഴികെയുള്ള മലപ്പുറത്തുകാർ. അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞായിട്ട് ഞാൻ കിട്ടില്ല. സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നാൽ ഇപ്പൊ യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസം കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ ഒരു പ്രാതിനിധ്യ നിലയിൽ. അതോടൊപ്പം തന്നെ 3 ടേം വ്യവസ്ഥ നിർബന്ധമായിട്ട് നടപ്പിലാക്കണം അവരുടെ പ്രവർത്തക സമിതിയിലും ആവശ്യം വരുന്നുണ്ട്. എങ്ങനെയാണ് ലീഗിന്റെ നേതൃത്വത്തിന്റെ ഒരു നിലപാടിക്കാർ? ഇല്ല, യൂത്ത് ലീഗിന് അഭിപ്രായം പാർട്ടിയോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവരുടെ അവകാശമാണത്. അവർ യോഗം ചേർന്നു, അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു, പാർട്ടി അറിയിച്ചു. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചു, കുഞ്ഞാലി സാഹിബിനോട് പറഞ്ഞു, എന്നോട് ഒന്ന് പറഞ്ഞു. പറയേണ്ട മുസ്ലിം ലീഗിന്റെ നേതൃത്വ നിരയോട് അവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുകൂടി പരിശോധിക്കും. കൂടുതൽ സീറ്റുകളൊക്കെ അവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ടോ യൂത്ത് ലീഗിന്? കാരണം കഴിഞ്ഞ തവണ കൊടുത്തതിൽ നജീബ് കാന്തപുരവും AK മുഷറഫൊക്കെ നല്ല പ്രകടനമായിരുന്നു, അവരത് പറയുന്നുണ്ട്. അത് വസ്തുതയുമാണല്ലോ യൂത്ത് ലീഗിനെ സംബന്ധിച്ച്? അത് യൂത്ത് യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പ്രാതിനിധ്യം നന്നായി നൽകും എന്ന് തന്നെയാണല്ലോ പാർട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. KMCCയും അതേപോലെ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. KMCCയും കാര്യം അങ്ങനെ പരിഗണിച്ചിട്ടുള്ളതാണ്. അല്ല, എല്ലാ പോഷക സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. KMCC മാത്രമല്ല, എല്ലാ പോഷക സംഘടനകളും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. KMCCയിൽപ്പെട്ട ആണല്ലോ ഞാനും. പഴയ KMCCക്കാരനാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി പഴയ KMCCക്കാരനാണ്. പാറക്കൽ അബ്ദുള്ള സാഹിബ് KMCCക്കാരനാണ്. ഇപ്പോഴും PV വഹാബ് സാഹിബ് KMCCയുടെ സ്ഥാപക നേതാവാണ്. CP വാവാജി ദുബായ് KMCCയുടെ ആദ്യകാല പ്രസിഡന്റാണ്. ഒരുപാട് KMCCക്കാർ ഇപ്പോൾ പാർട്ടിയിലുണ്ട്, പോക്ക് നിർത്തിയവർ. ഈ കാന്തപുരം സമസ്തയുമായിട്ട് ലീഗ് ഇപ്പോൾ വല്ലാതെ അടുക്കുന്നു എന്ന രീതിയിലൊക്കെ ചർച്ചകളുണ്ട്. അതായത് കാന്തപുരം സമസ്തയ്ക്ക് ഇപ്പോൾ CPM-നോട് ചില വിരോധങ്ങൾ ഉള്ളതുകൊണ്ടാണോ ആ രീതിയിലൊരു സമീപനം ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ ലീഗിന് അതൊരു അവസരമായി മാറുന്നത്? അല്ല, ഒരു സാമുദായിക സംഘടനയുമായും മുസ്ലിം ലീഗിന് അകൽച്ചയില്ല. ഏതെങ്കിലും ഒരു സംഘടന മുസ്ലിം ലീഗിനോട് അടുക്കുന്നു എന്ന വാക്ക് തന്നെ അപ്രസക്താണ്. മുസ്ലിം ലീഗ് എല്ലാ സാമുദായിക സംഘടനകളോടും അടുത്താണ് നിൽക്കുന്നത്. സമുദായത്തിന്റെ പൊതുകാര്യങ്ങളിൽ എല്ലാ സാമുദായിക സംഘടനകളുമായി മുസ്ലിം ലീഗ് യോജിക്കുന്നു. അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇടയ്ക്കിടെ അവരുടേതായ കൂടിയായ യോഗങ്ങൾ വിളിച്ച് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് പൊതു തീരുമാനം എടുത്തിട്ടാണ് മുസ്ലിം ലീഗ് അതിന്റെ കൂടെ നിൽക്കുന്നത്. എല്ലാ സാമുദായിക സംഘടനകളോടും മുസ്ലിം ലീഗിന് അടുപ്പാണ്. ഒരു സംഘടനയുമായി അകൽച്ചയില്ല. കാര്യം ഈ KT ജലീൽ പറഞ്ഞൊരു പ്രസ്താവനയാണ്. KT ജലീൽ പറയുന്നത് ഈ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് എതിരാവുന്നതെന്ന് വെള്ളാപ്പള്ളിയുടെ പരാമർശം ഉണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗാണ് മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലീഗുകൾക്ക് എതിരാക്കുന്നത്, ആ വ്യാഖ്യാനം ഉണ്ടാക്കുന്ന മുസ്ലിം ലീഗാണ് എന്നാണ് KT ജലീൽ പറയുന്നത്. അതിന് മറുപടി അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് പറയാമെന്നാണോ? മലപ്പുറത്തെക്കുറിച്ച് എന്തും പറയാം എന്നാണോ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ഉദ്ദേശിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. അദ്ദേഹം മലപ്പുറത്തുകാരനല്ലേ? മലപ്പുറത്തുകാർ തെറ്റ് ചെയ്യുന്നവരാണ്, കുറ്റവാളികളാണ് എന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹം പെടൂലേ? അല്ലെങ്കിൽ പറയുന്ന ആൾ പറയണം KT ജലീൽ ഒഴികെയുള്ള മലപ്പുറത്തുകാർ. അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞായിട്ട് ഞാൻ കിട്ടില്ല. അല്ല, ഞങ്ങൾ ജില്ലാടിസ്ഥാനത്തിലല്ല മത്സരിക്കുന്നത്, സംസ്ഥാന അടിസ്ഥാനത്തിലാണ്. സംസ്ഥാനത്ത് വനിതകളുണ്ടാവും. പിന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ടല്ലോ. വനിത പുതിയ കാര്യമൊന്നുമല്ല ലീഗിന്. 96 ലീഗിന് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട്. അല്ല, മത്സരിപ്പിക്കാനല്ലേ ലീഗിന് പറ്റൂ, വിജയിപ്പിക്കേണ്ട വോട്ടർമാരല്ലേ. ഈ ഏറനാട്ടിൽ ഒരു മാറ്റം ഉണ്ടാവോ? അവിടെ പിന്നെ PK ബഷീറിനെ മറ്റൊരിടത്തേക്ക് മാറ്റി ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനൊക്കെ സാധ്യതയുണ്ടോ? നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഇത്തരം വാർത്തകൾ കൊടുക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം കമ്മിറ്റി കൂടാന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞത് ഇനി കമ്മിറ്റി കൂടേണ്ട ആവശ്യമില്ലല്ലോ, സ്ഥാനാർത്ഥികളൊക്കെ പിന്നെ ചാനലുകാർ പ്രഖ്യാപിച്ച് കഴിഞ്ഞല്ലോ, നമ്മളെ പണി വളരെ ഈസിയായി എന്നാ തങ്ങൾ പറഞ്ഞത്. അത് ഏത് മുസ്ലിം ലീഗുകാരനും ആഗ്രഹിക്കാവുന്ന ഒരു സ്ഥാനമല്ലേ? ആഗ്രഹമുണ്ട്. എന്താ ചെയ്യാ, അത് പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് ഉണ്ടാവും. നേരത്തെ മത്സരിക്കാത്ത 3 ടേം വ്യവസ്ഥയൊക്കെ ഉണ്ട്, നേരത്തെ മത്സരിക്കാത്ത ആളാണ്, ആ രീതിയിലൊക്കെ ഒരു അല്ല, മത്സരിക്കാത്ത ധാരാളം പേര് ലീഗിലില്ലേ. അത് പാർട്ടി കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ മത്സരിക്കണം എന്നാണ് തീരുമാനമെങ്കിൽ നോക്കാം, മത്സരിക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം.